ഹൈ ഹൈ, എന്തത്? എല്ലാവർക്കും നല്ല സന്തോഷാണല്ലോ. എന്താ എന്താ വിശേഷം? ഒന്ന് ഉറക്കെ പറയുന്നേ. പ്രാർത്ഥന പാടാനുള്ളവർ പോരട്ടെ. ഗതകാല സ്മരണകള് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓണം വീണ്ടും വരവായി. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമ്മുടെ പ്രകൃതി പോലും ഓണത്തിനായിട്ട് ഓണപ്പൂക്കളും പൂവിളികളുമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വിദ്യാലയത്തില് നമ്മുടെ കൊച്ചുമക്കളും എക്സാം എല്ലാം കഴിഞ്ഞ് ചെയ്യുന്നു. തൃപ്തിയായി. ഇനി ഓണാഘോഷങ്ങളുടെ മാലപ്പടക്കമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സാറിന്റെ സന്ദേശം ആദ്യം അങ്ങോട്ട് കേൾക്കാം. എന്താ സാറേ, പ്ലീസ്. സ്കൂളിന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. ആദ്യം തന്നെ ഏവരെയും അറിയിക്കുകയാണ്. നമുക്കറിയാം, ഓണം ഇന്ന് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത 5-ാം തീയതി 7 ദിവസം തിരുവോണം ആഘോഷിക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുക. സാംസ്കാരിക കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. കേരളീയരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം മറ്റെല്ലാ ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴും ക്രിസ്മസ് ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, എന്നിരുന്നാലും ഓണം ഒരു പ്രത്യേക ഉത്സവമായിട്ടാണ് നമ്മളെല്ലാം ആഘോഷിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മറ്റുള്ള ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓണം ആഘോഷിക്കുന്നു. നമ്മുടെ ഇപ്പോൾ 25 മാസത്തിലെ ഉത്രാടം, തിരുവോണം അടക്കമുള്ള നാളുകളെല്ലാം നമുക്ക് തിരക്കിട്ട ഓട്ടപ്പാച്ചിലാണ് ആയിരിക്കും എല്ലാവരും തന്നെ. ഒരു അതിന്റെ നിർവഹണം എല്ലാവർക്കും ഇന്നത്തെ ഈ ദിനത്തിൻ്റെ, ഈ ഓണാഘോഷ ദിനത്തിൻ്റെയും വരാൻ പോകുന്ന ഓണത്തിൻ്റെയെല്ലാം ഏറ്റവും സുന്ദരമായ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഈ പൂക്കളത്തിലേക്ക് നോക്കിയാൽ കാണാം, ആർക്കും അവിടെ ഒരു പ്രാധാന്യം പ്രത്യേകിച്ച് വരുന്നില്ല. എല്ലാം ഒരുപോലെയാണ്, എല്ലാവരും സമന്മാരാണ് എന്ന് എടുത്തു കാണിക്കത്തക്ക രീതിയിൽ മുക്കുറ്റി മുതല് തുമ്പപ്പൂ മുതല് എല്ലാത്തിനും അതിൻ്റെതായ വാല്യൂ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഓണത്തിന്റെ പറഞ്ഞു ദേശീയോത്സവമാണ്, കേരളത്തിന്റെ ദേശീയ ഉത്സവമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. വിശേഷമായ ഉത്സവമാണ്. അപ്പൊ എല്ലാവർക്കും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നീട്ടാലം പാട് മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടുകൂടി അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടാകും. ഓരോ വർഷവും ഞാനത് കാണാറുണ്ട്. വളരെ ഭംഗിയായെന്ന്, മികവാർന്ന് നിങ്ങളുടെ കുഞ്ഞുമക്കളായ നിങ്ങളും നിങ്ങളുടെ അധ്യാപകരും മാതാപിതാക്കളും പിറ്റിയെയും എല്ലാവരും കൂടെ സഹകരിച്ച് ചെയ്യുന്ന ഈ പത്രം ഏറ്റവും മനോഹരമായി ഇനിയും തുടർകാലങ്ങളിലും ഈ സ്കൂളിന്റെ പേരും പ്രശസ്തിയും നിലനിൽക്കുന്നത് പോലെ തന്നെ ഇതുണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ച് ഞാൻ നിർത്തുന്നു. സ്റ്റേജിലെ പൂക്കളത്തേക്കാൾ മനോഹരമായിരിക്കുന്നത് നിങ്ങൾ ഇരിക്കുന്ന പൂക്കളമാണ്. എല്ലാവരും പറഞ്ഞു ഓണം ദേശീയോത്സവമാണ് എന്ന്.
ഇപ്പോൾ എല്ലാവരും പറയാൻ ദേശീയോത്സവം അല്ലാതെ ദേശീയോത്സവമാണ്, അതിലുപരി ഒരു വിശ്വോത്സവമാണ് എന്ന്. വിശ്വോത്സവം എന്തുകൊണ്ടാ? മലയാളികൾ ഈ ഭൂതലം മുഴുവനും നിറഞ്ഞ് എവിടെയുണ്ടോ അവിടെ എല്ലാം മലയാളികളുണ്ട്. മലയാളികൾ എല്ലാവരും ഈ ഓണം ആഘോഷിക്കുന്നു. ഓണത്തിന്റെ സന്തോഷമാണ് നിങ്ങളുടെ മുഖത്തൊക്കെ ഉള്ളത് അല്ലെ? എല്ലാവരും ഓണത്തെ കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും സന്തോഷം. ടീച്ചർ പാടിയിലെ മനോഹരമായിട്ടുള്ള പാട്ട്, ആ പാട്ടിലെ ആദ്യ വരികളിൽ തന്നെ 3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് മാവേലി നാട് വാണകാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അല്ലേ? നമ്മളെല്ലാവരും ഒന്നാണ്. ഒരു ജാതിയുടെ വ്യത്യാസം, കളറിന്റെ വ്യത്യാസം, ഒരു വ്യത്യാസമില്ലാതെ നാം എല്ലാവരും ഒന്നാണ് എന്ന്. രണ്ടാമത് ആമോദം, ആമോദത്തോടെ വസിക്കും കാലം, ഒരു സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ കാലമാണ് ഓണക്കാലം. നമ്മുടെ മൂന്നാമതായിട്ട് ആപത്തൊന്നുമില്ലാത്ത, അപകടങ്ങളും ആപത്തൊന്നുമില്ലാതെ ആഹ്ലാദത്തോടെ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് വസിക്കുന്ന ഒരു കാലം. രാഘവൻ സാർ പിന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ സാന്നിധ്യമാണല്ലോ. സാറിൽ നിന്ന് പോരട്ടെ ഒരു തീപ്പൊരി ഓണാശംസ. നമുക്കറിയാം, കഴിഞ്ഞു പോയ ഒരു നല്ല നാളെയുടെ ഓർമ്മ പുതുക്കുന്ന വേളയിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചൊല്ലി തന്ന നല്ല തിരുവോണം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സുദിനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ സുദിനം ഈ വരുന്ന 5-ാം തീയതി നമ്മൾ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇതുപോലെയുള്ള വിദ്യാലയങ്ങളിൽ നമ്മളെല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് ഈ തിരുവോണം കൊണ്ടാടുന്നത്. കള്ളവും ചതിവുമില്ലാത്ത ഒരു നല്ല കാലം, മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഒരു നല്ല കാലം, എല്ലാവരും ഒരുപോലെ ഐക്യത്തോടെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചിരുന്ന ഒരു നല്ല കാലം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും നല്ലവരായി, നമ്മുടെ മനസ്സ് നല്ല മനസ്സായി മാറേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴെല്ലാവരും ഒന്നാണെങ്കിൽ പോലും നമ്മൾ ഇവിടുന്ന് വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയായി മാറുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളെല്ലാവരും പത്രത്തിൽ കൂടി വായിച്ചു കാണും. കഴിഞ്ഞ 3 ദിവസം മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്കൂളിൽ, ആ സ്കൂളിലെ 2 അധ്യാപകര് PTA അംഗങ്ങൾക്ക് ഒരു മെസ്സേജ് കൈക്കൊള്ളേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാവരും മനുഷ്യരായി ആണെന്നുള്ള ചിന്ത കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിൽ നടക്കേണ്ടത്. നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു ചെയ്തിരുവാനും ഒന്നും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈ ഓണനാളിൽ പണ്ട് മാവേലി നാടുവാണിരുന്ന ആ നല്ല സുദിനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. എല്ലാവർക്കും ഓണത്തിന്റെ തിരുവോണാശംസകളും നിർത്തുന്നു. നന്ദി. നീക്കുട്ടി വന്നാട്ടെ പറഞ്ഞാട്ടെ. നമസ്കാരം. ഓണം നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള മലയാളികൾ ജാതി മത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. കലകളും കായിക മത്സരങ്ങളും നിറഞ്ഞ ഈ ഉത്സവം സ്നേഹവും ഐക്യവും വളർത്തുന്ന ആഘോഷമാണ്. എന്താണ് ഓണം? പാതാളത്തിൽ നിന്ന് മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസം. എന്താണ് ഓണം എന്ന ചോദ്യത്തിന് നാം നൽകുന്ന മറുപടി ഇതാണ്. മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മയ്ക്കായി നാം ഓരോ വർഷവും ഓണം ആഘോഷിക്കുന്നു. ഒരു കാലത്ത് മഹാബലി എന്ന മഹാരാജാവ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടില്ലേ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങൾക്കുമുട്ടില്ലതാനും. അതെ, മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്ത് ജനങ്ങൾ സന്തോഷത്തിലും സമൃദ്ധിയിലുമായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹം വളരെ നീതിമാനും ദയാലുവുമായിരുന്നു എന്നും ദേവകൾ പോലും അദ്ദേഹത്തെ ഭയപ്പെട്ടുവെന്നും ഇതിഹാസങ്ങൾ പറയുന്നു. മഹാവിഷ്ണുവിന്റെ വാമനാവതാരത്തിൽ തിരുവോണനാളിൽ തന്റെ പ്രജകളെ കാണാൻ വരുമെന്നുമാണ് വിശ്വാസം. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പ്രസംഗം പറയുന്നുണ്ട് കേട്ടോ. ഓണമാശംസകൾ നേരുന്നു. കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം.
കേട്ടുകയും ഓണപ്പാട്ട് പാടുകയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുകയും ചെയ്യും. എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെയും പ്രകടനത്തോടെയും ആഘോഷിക്കണം. ഓണമർഭവങ്ങളൊക്കെ സന്തോഷത്തോടെയും പ്രകടനത്തോടെയും ആഘോഷിക്കണം. എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർണമായ ഓണം ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഇനിയാണ് കൊടിപൂരം. ഓണപ്പാട്ടങ്ങോട്ട് കലക്കും. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും തോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേനിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒതിച്ചൊരു മോഹമെല്ലാം കള്ളക്കടങ്ങളിൽ തുള്ളിയതാ. കണ്ട നേരം കൊണ്ടതായി, കൊണ്ടരുന്നുള്ളതായി. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈരങ്ങൂടി കൊതിയൊരുക്കി വെണ്ണില ചന്ദനം തൊട്ടിൽ അത്തിമര ചുട്ടിൽ വന്നാൽ താരകരാവ്. രാവണന്റെ പൂമുഖം കണ്ട് പുളയം കൊണ്ട് നല്ലിടം കാറ്റ്. കണ്ണാടി പുഴയിലെ പൂത്തിരകൾ നാവില്ല തീരത്ത് ഓളങ്ങൾ. തീരാത്ത ദാഹത്തിൽ താളങ്ങൾ. ആയിരാ പോയിരാ നിന്നതുപോലൊഴുക
ശിവതി